എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അൺകൺഫൈൻഡേയും കൺഫൈൻഡേയും ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്ക്രീനിലൊന്നും കാണാനില്ല. ആ ശരി, ആയിക്കോട്ടെ. ഇപ്പൊ കാണാലോ, ഇപ്പൊ കാണാലോ. ഹലോ ഹലോ. ഇപ്പൊ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചാണ് ആദ്യമേ ഉള്ളത്. പിന്നെ ടൈപ്പ് ഓഫ് അക്യുഫർ, പെർമിബിലിറ്റി, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ്, ഇത് ചിലപ്പോൾ ഒരു പ്രോബ്ലംസ് വരും കേട്ടോ. പെർമിബിലിറ്റിയുടെ ഒരു പ്രോബ്ലം പഠിക്കാനുണ്ടാവും. പെർമിബിലിറ്റി തന്നിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ മെത്തേഡ് ഓഫ് കൺട്രോളിങ് സർഫസ് വാട്ടർ, ബാരിയേഴ്സ്, ലയൻസ്, റെസിസ്റ്റിവിറ്റി ഓഫ് ഗ്രൗണ്ട് വാട്ടർ മേ ബി ഡെമോൺസ്ട്രേറ്റഡ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി ഇല്ല, അത് ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഡ്രെയിൻസ് വരെ, ഡ്രെയിൻസും വെൽസും വരെയാണ് നിങ്ങൾക്ക് ഈ സിലബസിലുള്ളത്. ഓക്കെ, ചെറിയൊരു പോർഷൻസ് ആണ് വരുന്നത്. ഓക്കെ, കൂടുതലും എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കേട്ടിരിക്കുമ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സമയമൊന്നും നിങ്ങൾ കണ്ടെത്തണ്ട. ഇപ്പം തന്നെ ഈ കേട്ടങ്ങ് പഠിച്ചു പോകാൻ നോക്കാം. കാര്യം നിങ്ങൾ വേറെ കുറേ സബ്ജക്ട്സിലൊക്കെ 1-2 തവണ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലായാലും ഫ്ലൂയിഡ് മെക്കാനിക്സിലായാലും വാട്ടർ റിസോഴ്സിലായാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ഫെമിലിയറൈസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, ഈ അക്വിഫർ എന്ന് പറയുമ്പോൾ എന്താണ് വിളിക്കുന്നത്? വാട്ടർ ബിയറിംഗ് റോക്സ്. വാട്ടർ ബിയറിംഗ് റോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്വിഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ റോക്കിൻ്റെ അകത്ത് എന്ത് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? വാട്ടർ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ നമുക്ക് ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഈ അക്വിഫറിൽ വരുന്നതാണ് കൺഫൈൻഡ് അക്വിഫറും അൺകൺഫൈൻഡ് അക്വിഫറും. ഓക്കെ, ഈ അക്വിഫറിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൺഫൈൻഡ്, അൺകൺഫൈൻഡ്. അൺകൺഫൈൻഡ് അക്വിഫർ ആൾസോ കാൾഡ് വാട്ടർ ടേബിൾ അക്വിഫർ. അൺകൺഫൈൻഡ് അക്വിഫർ എന്ന് വാട്ടർ ടേബിൾ അക്വിഫർ. അത് നമുക്ക് എന്താ ഈസിലി ആക്സസ് ആണ്. മനസ്സിലായോ? നമ്മൾ ഓപ്പൺ വെല്ലൊക്കെ എപ്പോഴും ഈ അൺകൺഫൈൻഡ് തന്നെയാണ്. എക്സാമ്പിൾ പറഞ്ഞു, ഇതിൻ്റെ പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇതിൻ്റെ പ്രഷർ എന്ത് തന്നെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മുടെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അതിൻ്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഈ ഫ്രീ ഗ്രൗണ്ട് വാട്ടറാണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. ഫ്രീ ഗ്രൗണ്ട് വാട്ടറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രീ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയോ? അൺകൺഫൈൻഡ്. ഇനി കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുമ്പോൾ ഇതേപോലെ വാട്ടർ ടേബിൾ വെല്ലിങ്ങനെ ഒഴിക്കുന്നു, ആ കാര്യങ്ങൾ പറയുന്നു. ഇനി കൺഫൈൻഡ് അക്വിഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു റോക്ക് സ്ട്രാറ്റയിലായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്, പക്ഷേ മൊത്തം സീൽഡ് ആയിരിക്കും. മൊത്തം എന്തായിരിക്കും? കവേർഡ് ആയിരിക്കും. ഈ വാട്ടർ ഒരു പ്രഷറിലായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു പ്രഷറിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഹാസ് ആൻ ഓവർലൈങ് കൺഫിനിക് ലെയർ സെപ്പറേറ്റഡ് ഫ്രം ഇൻഫ്ലുവൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്, വിച്ച് മീൻസ് അതൊരു വേറൊരു പ്രഷറിലാണ് അത് ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഈ വെള്ളം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പ്രഷർ ആയിരിക്കും. അപ്പർ സർഫസ് ഓഫ് ദ വാട്ടർ ഇൻ കൺഫൈൻഡ് അക്വിഫർ ഈസ് കാൾഡ് പീസോമെട്രിക് സർഫസ്. അതിന് അപ്പർ സർഫസിനെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? പീസോമെട്രിക് സർഫസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അക്വിഫറിൻ്റെ അണ്ടറിലുള്ള 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് അക്വിക്ലൂഡ്. സി എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ക്ലേയിനെ ഡിനോട്ട് ചെയ്യാം. അക്വിക്ലൂഡ് എന്താ? എന്താ? നമ്മുടെ കൺഫൈൻഡ് അക്വിഫറിന്റെ ടോപ്പ് ലെയറിനെയാണ് പീസോമെട്രിക് ലെയർ എന്ന് വിളിക്കുന്നത്. ഇനി അക്വിക്ലൂഡില്
ഇത് വെള്ളം ഉണ്ട് അതിൻ്റെ അകത്ത്, പക്ഷെ നമുക്ക് വെള്ളം ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളമുണ്ട്. നമ്മുടെ മണ്ണിൽ ഈർപ്പമുണ്ട്. ആ ഈർപ്പം നമുക്ക് ഡ്രൗൺ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, പക്ഷെ എന്ത് ഇല്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഡസ് നോട്ട് ഹലോ ത്രൂ ദ എക്സാമ്പിൾ എന്താണ്? ക്ലേയിൽ വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ക്ലേയുടെ സുഷിരങ്ങളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് അക്വിക്ലൂഡ്. ഇനി അക്വിഫ്യൂജ് ഉണ്ട്. അക്വിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു റോക്ക് ഫോർമേഷനാണ്, കംപ്ലീറ്റ് റോക്കാണ്. അതിൻ്റെ അകത്ത് വെള്ളമുണ്ടോ? ഇല്ല. അതിൻ്റെ അകത്ത് വെള്ളമില്ല, വാട്ടറും ഇല്ല, നെയ്തർ കെയറി വാട്ടർ. അതിൻ്റെ അകത്ത് വെള്ളമില്ല, പക്ഷെ അത് കംപ്ലീറ്റ് എന്താണ്? ഒരു റോക്കി സ്ട്രാറ്റയാണ്. എന്താ എക്സാമ്പിൾ? വോയിസ് അക്വിഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു റോക്കി സ്ട്രാറ്റയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളമില്ല, കംപ്ലീറ്റ് റോക്കാണ്. ഒന്നുകിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ കോട്സ് ആണ്. നമ്മൾ അക്വിക്ലൂഡ് പോലെ അക്വിക്ലൂഡിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്, എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ അക്വിഫ്യൂജിൽ വെള്ളവും ഇല്ല, നമുക്ക് ഡ്രോൺ ചെയ്തെടുക്കാനും പറ്റില്ല. ക്ലിയർ ആയോ? മൊത്തം പാറയാണ് അക്വിക്ലൂഡിൽ, അക്വിഫ്യൂജിൽ. ക്ലിയർ? മൊത്തം പാറയാണ്, അതിന് വെള്ളം എടുക്കാൻ പറ്റില്ല. മറ്റേത് ക്ലേ ആണ്. അക്വിക്ലൂഡ് ആ ക്ലേയുടെ പോർസിൻ്റെ അകത്ത് വെള്ളമുണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ക്ലേന്ന് പോർസിൻ്റെ അകത്ത് വെള്ളമുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന അക്വിഫയറിൽ നിന്ന് മാത്രമാണ്. ഇതിനടുത്ത് അക്വിറ്റാഡ് ഉണ്ട്. അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അക്വിഫ്യൂജോ അക്വിക്ലൂഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അക്വിറ്റാഡ് എന്ന് പറയുന്നത്. അക്വിഫ്യൂജിൻ്റെയും അക്വിക്ലൂഡിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്വിറ്റാഡ് എന്ന് പറയുന്നത്. സെമി പെർമിയബിൾ ക്ലേയും ഉണ്ട്, റോക്കും ഉണ്ട്. അപ്പൊ വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും, പക്ഷെ മണ്ണ് പിടിച്ച വെള്ളമായിരിക്കും. വെള്ളം എടുക്കാൻ പറ്റില്ല. മണ്ണ് പിടിച്ച വെള്ളം എങ്ങനെ എടുക്കുന്നേ? അങ്ങനെ പമ്പ് ചെയ്തെടുക്കാൻ പറ്റും? വെള്ളം എടുക്കാൻ പറ്റില്ല. ക്ലേ അബ്സോർബ് ചെയ്ത വെള്ളം നിങ്ങൾ എങ്ങനെ എടുക്കും? അതിൻ്റെ അകത്ത് വെള്ളം എടുക്കാൻ പറ്റില്ല. വെള്ളം എടുക്കാൻ പറ്റുന്ന ആകെ പറ്റുന്ന അക്വിഫറിൽ മാത്രമാണ്. ഓക്കെ, ക്ലിയർ? സോ ഇനി ഫ്ലോ ഇൻ അക്വിഫർ ആണ്. അപ്പോൾ അക്വിഫറിലുള്ള ഫ്ലോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീപ്പേജ് ത്രൂ വാട്ടർ. എന്താണ് സീപ്പേജ് ത്രൂ വാട്ടർ? പെനിട്രേഷൻ. വാട്ടറിൻ്റെ സോയിലൂടെയുള്ള പെനിട്രേഷനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ റോക്കിലൂടെയുള്ള പെനിട്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? പെർമിയബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കെ ആണ്. പെർമിയബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കെ ആണ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡോ അങ്ങനെയൊക്കെ ആയിരിക്കും. മനസ്സിലായോ? മീറ്റർ പെർ സെക്കൻഡോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡോ ഒക്കെ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഉണ്ട്. ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വെള്ളത്തിനെ കടത്തി വിടുന്ന അതിനാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്മിസിവിറ്റി ഉണ്ട്. ട്രാൻസ്മിസിവിറ്റി എന്ത് തന്നെയാണ്? ഈ 3 കാര്യങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കപ്പാസിറ്റി. ഇനി പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് റോക്ക് ഓർ എനി അതർ സോളിഡ് മീഡിയം ടു ട്രാൻസ്മിറ്റ് ഫ്ലൂയിഡ് ത്രൂ ഇറ്റ്. അതിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ്? അതിൻ്റെ അകത്തൂടെ വെള്ളത്തിനെ കടത്തിവിടാൻ പറ്റുന്ന കപ്പാസിറ്റി അതിനുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് എന്താ പെർമിബിൾ റോക്ക് എന്ന്, അങ്ങനെയുള്ള റോക്കിന് നമ്മൾ എന്ത് റോക്ക് എന്നാണ് വിളിക്കുന്നത്? പെർമിബിൾ റോക്ക് എന്ന് വിളിക്കും. ഇനി വെള്ളം കടത്തിവിടാത്ത റോക്കിനെ എന്തെന്ന് വിളിക്കും? ഇംപെർമിബിൾ റോക്ക്. മനസ്സിലായോ? അല്ലെങ്കിൽ പെർമിബിൾ സോയിൽ, ഇംപെർമിബിൾ സോയിൽ. ഓക്കെ. ഇനി ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി പെർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. എന്താണ്? ഫ്ലോ വെലോസിറ്റി പെർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഓക്കെ, വി ഡിവൈഡഡ് ബൈ ഐ. എന്താണ്? വി ഡിവൈഡഡ് ബൈ ഐ. വെലോസിറ്റി ആണ് വി, ഐ ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ എന്ന് പറയുമ്പോൾ എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ്. ഹൈറ്റ് ഡിവൈഡഡ് ബൈ ലെങ്തിനെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ എച്ച് ബൈ എൽ. ഈ വി ഡിവൈഡഡ് ബൈ ഐനെയാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. വി ഡിവൈഡഡ് ബൈ ഐനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി. അതിനെ മീറ്റർ പെർ ഡേ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
എച്ച് ഹൈറ്റ് Suffix L. എച്ച് സഫിക്സ് എൽ അല്ല, എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ്. എച്ച് സഫിക്സ് എൽ Hydraulic. അതാണ് Hydraulic. ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് ഡിവൈഡഡ് ബൈ എൽ ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഇനി ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, ഐ ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഐ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ. ഓക്കെ, Okay. ഇനി ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കേപ്പബിലിറ്റി ഓഫ് അക്വിഫർ ടു ട്രാൻസ്മിറ്റ് വാട്ടർ. വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അക്വിഫറിന് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അക്വിഫറിന് ആ വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ പറയാൻ പറ്റും. നമുക്ക് എവിടെയൊക്കെ നമുക്ക് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്? സർഫസിലുണ്ടാവും, സബ് സർഫസിലുണ്ടാവും അല്ലേ? സർഫസിലുണ്ടാവും, സബ് സർഫസും ഉണ്ടാവും. സർഫസിലുണ്ടാവുന്ന ഏതൊക്കെയാണ്? സർഫസിലുണ്ടാവുന്നതിൻ്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. പോണ്ടൊക്കെ സർഫസിലല്ലേ അല്ലേ? പോണ്ട്, ലേക്ക്. ഹലോ, ട്രാൻസ്മിസിബിലിറ്റി അല്ലേ പറയണേ? ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത് അതിൻ്റെ അകത്തുള്ള എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ് സർഫസ് വാട്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിസിബിലിറ്റി കഴിഞ്ഞു. ഓക്കെ, ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അക്വിഫറിന് വെള്ളം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് സബ് സർഫസും സർഫസ് വാട്ടറിനെ കുറിച്ചാണ്. എന്താണ് സർഫസ് വാട്ടർ? സർഫസിൽ കാണുന്ന വാട്ടറിനെയാണ് സർഫസ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ എക്സാമ്പിൾ? പോണ്ട്, ലേക്ക്, റിവർ ഒക്കെയാണ് എന്തിൻ്റെ എക്സാമ്പിൾ? സർഫസ് വാട്ടറിൻ്റെ എക്സാമ്പിൾ അല്ലേ? ഇനി സബ് സർഫസ് വാട്ടറിൻ്റെ എക്സാമ്പിൾ എന്താണ്? വെല്ല്, ഗ്രൗണ്ട് വാട്ടർ. പോണ്ട് ഇതാണോ? സബ് സർഫസ് ആണോ? പോണ്ട് സർഫസാ. എന്താ? ബോർവെല്ല്. ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ് സർഫസ് വാട്ടർ ആണ്. അപ്പോൾ സബ് സർഫസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൻ്റെ അടിയിലുള്ള വാട്ടറിനെയാണ് നമ്മൾ സബ് സർഫസ് വാട്ടർ എന്ന് വിളിക്കുന്നത്. സ്പ്രിങ്സ്, ഈ സ്പ്രിങ് ഒക്കെ എക്സാമ്പിളാണ്. സ്പ്രിങ്സ്, അതേപോലെ ഗ്രൗണ്ട് വാട്ടർ, വെല്ല്, ബോർവെല്ല്, പിന്നെ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താണ്? സബ് സർഫസിൻ്റെ ഇൻടേക്ക് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? എൻവയോൺമെൻറ്റിൽ പഠിച്ചിട്ടുണ്ട് ഇൻടേക്ക് സ്ട്രക്ചർ. ഓക്കെ, അതൊക്കെ എന്താണ്? സബ് സർഫസ് വാട്ടറിൻ്റെ ഒരു സോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേച്ചറും എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ഫസ്റ്റ് വൺ ഇതിൻ്റെ നേച്ചറും അതേപോലെ ഇതിൻ്റെ ജിയോമെട്രി നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, എപ്പോഴും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന നമുക്കൊരു അക്വിഫറിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ വെല്ല് നമ്മൾ ആക്ച്വലി കുഴിക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെറിയ അക്വിഫർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ചെറിയൊരു അക്വിഫർ ആണ് എന്ന് വിചാരിക്കുക. ഒരു പെർച്ച്ഡ് അക്വിഫർ ആണെന്ന് വിചാരിക്കുക. അക്വിഫർ എന്താണ്? പെർച്ച്ഡ് ആണെന്ന് വിചാരിക്കുക. പെർച്ച്ഡ് ടൈപ്പ് അക്വിഫർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ എന്ത് ചെയ്യില്ല? അതിൻ്റെ അത് വെള്ളം നിറയില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കിണർ കുഴിക്കാൻ പറ്റുമോ? വെല്ല് കുഴിച്ചിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ അകത്തുള്ള വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതാണ് ഈ ചില കിണറുകളൊക്കെ കുഴിച്ചിട്ട് വെള്ളം പിന്നെ കിട്ടുന്നില്ല എന്നുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ പ്രശ്നം? അതിൻ്റെ അക്വിഫർ ചെറുതാണ്. അതിൻ്റെ അകത്തുള്ള പിന്നെ കൺഫൈൻഡ് ആയിരിക്കും. എന്തായിരിക്കും? കൺഫൈൻഡ് ആയിരിക്കും. ഈ കൺഫൈൻഡ് അക്വിഫർ ഇത് കൂടുതലും ബോർവെൽസിലാണ് പറ്റുന്നത്. ബോർവെല്ലൊക്കെ കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ബോർവെല്ലിലെ വെള്ളം പറ്റിപ്പോകുന്നതൊക്കെ പറയാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം എന്താ? നമ്മൾ കുഴിച്ചെത്തിക്കുന്നത് ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു വാട്ടർ റോക്കിൻ്റെ അകത്തുള്ള വെള്ളത്താണ് നമ്മൾ എടുക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും വെള്ളം വരില്ല. മനസ്സിലായോ? അതേപോലെ ഓപ്പൺ അൺകൺഫൈൻഡ് ആ ഒരു പ്രശ്നമില്ല. നമ്മുടെ കിണറിലെ വെള്ളത്തിനൊന്നും ആ പ്രശ്നമില്ല. എന്താ? അത് അൺകൺഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, കിണർ കുഴിക്കുമ്പോൾ വെള്ളം അൺകൺഫൈൻഡിലാണ് നമ്മൾ കുഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വാട്ടർ ടേബിൾ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും, താന്നും പൊങ്ങിയൊക്കെ വരും. ഓക്കെ, മഴക്കാലത്ത് എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞോളൂ ഓട്ടോമാറ്റിക്കലി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത് നമ്മളെ കൺസപ്ഷൻ, നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ കൺസപ്ഷൻ എന്ന് നോക്കുക. ആ കൺസപ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പമ്പും നമ്മൾ ലിഫ്റ്റ് അണ്ടർ ഗ്രാവിറ്റി അല്ലല്ലോ ഇത്, നമ്മൾ താഴ്ന്ന മുകളിലോട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നോക്കണം. എത്രത്തോളമാണ് നമ്മുടെ കൺസപ്ഷൻ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ക്ലിയർ? ഓപ്പറേഷൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കൺസപ്ഷൻ ആണ്. ഇപ്പോൾ
നമുക്ക് ഡിസ്ചാർജ് കൂടുതലായിട്ടുള്ള കേസിൽ നമ്മൾ എന്തിലോട്ട് പോകും? വെല്ലിലാണോ ട്യൂബ് വെല്ലിലാണോ പോകേണ്ടത്? ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് കിട്ടുന്ന ഏതാണ്? വെല്ലാണോ ട്യൂബ് വെല്ലാണോ? ട്യൂബ് വെല്ലാണ് ഏറ്റവും ഡിസ്ചാർജ് കിട്ടുന്നത്. ഏറ്റവും വെലോസിറ്റി കിട്ടുന്ന ഏതാ? അല്ല, വെലോസിറ്റി കിട്ടുന്നത് സാധാ വെല്ലാണ്. ഓപ്പൺ വെല്ലാണ് ഏറ്റവും വെലോസിറ്റി ഉള്ളത്. ട്യൂബ് വെല്ലാണ് ഏറ്റവും ഡിസ്ചാർജ് ഉള്ളത്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ഓപ്പറേഷൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് അക്വിഫർ ടു ഹോൾഡ് വാട്ടർ. ആ അക്വിഫറിന് എത്രത്തോളം വെള്ളം അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഓപ്പറേഷൻ ഈൽഡ് എന്ന് പറയുന്നത്. ഇത് എഞ്ചിനീയർ സിഗ്നിഫിക്കൻസ് വരുന്നതാണ്. ഇനി റേറ്റ് ഓഫ് ആനുവൽ റീചാർജ് ഫ്രം നാച്ചുറൽ പ്ലസ് ആർട്ടിഫിഷ്യൽ സോഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ റീചാർജ് എന്ന് പറയുമ്പോൾ ഈ അക്വിഫറിൻ്റെ വാട്ടർ ടേബിൾ പൊങ്ങുന്നതിനാണ് അല്ലെങ്കിൽ നിറയുന്നതിനാണ്. അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം വറ്റി അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ വെള്ളം എടുക്കുമ്പോൾ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കും തോറും വെള്ളം വരണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വെള്ളം പോയി, അവിടെ നിന്ന് ആ വെള്ളം ഡിസ്പ്ലേസ് ആയി. പിന്നെ അവിടെ വെള്ളം വരണമെങ്കിൽ ഒന്നുകിൽ റെയിൻ വാട്ടറിൽ നിന്ന് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആയോ? അത് ആണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ആനുവൽ റീചാർജ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ആനുവൽ റീചാർജ് ഫ്രം നാച്ചുറൽ പ്ലസ് ആർട്ടിഫിഷ്യൽ സോഴ്സ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഓപ്പറേഷൻ ഈൽഡിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ്. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? പറഞ്ഞേ. ഇനി എന്താണ് റേറ്റ് ഓഫ് ആനുവൽ വിഡ്രോ? ഒരു വർഷം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വാട്ടറിൻ്റെ അളവിനെയാണ് റേറ്റ് ഓഫ് ആനുവൽ വിഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർഷം നമുക്ക് ആ അക്വിഫറിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വാട്ടറിൻ്റെ അളവിനെയാണ് നമ്മൾ ആനുവൽ വിഡ്രോ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, ഇനി ഈ ബ്രോഡ് അസസ്മെന്റ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചർ, പെട്രോളജിക്കൽ ക്യാരക്ടർ, ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് എൻ്റെ റീജിയൻ അണ്ടർ കൺസിഡറേഷൻ മേക്സ് ടു ബി അവൈലബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അക്വിഫർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ അക്വിഫറിൻ്റെ അടുത്ത് നമുക്കൊരു പെട്രോളിയം സോഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സലൈൻ റീജിയനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അക്വിഫർ ഒഴിവാക്കാനാണ് നോക്കുന്നത്. കാര്യം എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ ഇതിന് മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ക്ലിയർ? ഒരു ബ്രോഡായിട്ടുള്ള അസസ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കണ്ടീഷൻ ഓഫ് റീചാർജ്, കണ്ടീഷൻ ഓഫ് ഡ്രെയിനേജ്. റീചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ആ വെള്ളം പൊങ്ങി വരുന്നു, റീചാർജ് ഇല്ല എന്നുണ്ട്. നമ്മുടെ അക്വിഫറിൽ റീചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്വിഫർ അധികകാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്തുള്ള വെള്ളം തീർന്നു പോയാൽ പിന്നെ നമുക്ക് അത് വേസ്റ്റാണ്. ഒരു പിറ്റ് പോലെ കിടക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് വെള്ളം ഇനി വരില്ല. പക്ഷെ റീചാർജബിൾ അക്വിഫർ ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ജോമെട്രിക്കൽ ക്യാരക്ടേഴ്സ് എന്തായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ സോയിലിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചാണ്. ഇപ്പം നമ്മുടെ സോയിലിന് പെർമിബിലിറ്റി ഭയങ്കര കൂടുതലുള്ള സോയിലാണെന്ന് വിചാരിക്കുക. അപ്പം വെള്ളം അവിടെ തങ്ങി നിൽക്കുമോ? ഇല്ല, വെള്ളം ഒരു ഗ്രേറ്റർ ഡെപ്തിലോട്ട് പോകും. അതേപോലെ തന്നെ ഹൈഡ്രോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ അക്വിഫറിൻ്റെ പോറോസിറ്റി, പെർമിബിലിറ്റി, അത് പറഞ്ഞ പോലെ തന്നെ പോറോസിറ്റി കൂടുമ്പോൾ പെർമിബിലിറ്റി കൂടും. പോറോസിറ്റി കൂടുമ്പോൾ എന്ത് കൂടും? പെർമിബിലിറ്റി കൂടും. എന്ന് പറഞ്ഞാൽ വെള്ളം കടത്തി വിടാനുള്ള കണ്ടീഷൻസ് കൂടും. അങ്ങനെ വെള്ളം കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു ലിമിറ്റഡ് പെർമിബിലിറ്റിയിലായിരിക്കണം അത് നിൽക്കേണ്ടത്. അതാണ് അതിൻ്റെ തിക്നെസ്. പിന്നെ നമ്മുടെ അക്വിഫറിൻ്റെ ലെയറിൻ്റെ തിക്നെസ്, എത്രയാണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, അക്വിഫറിൻ്റെ സ്ലോപ്സ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? എന്താ? ഇത് ഓഫ് ആയൊന്നുമില്ല. ഈ നോട്ടിൽ നിന്ന് ഞാൻ ഇത്ര പറഞ്ഞത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് അത്ര നല്ല നോട്ടല്ല. ക്ലിയർ? ഇത് മാത്രം ഈ നോട്ടിൽ നിന്ന് നോക്കി പഠിച്ചാൽ മതി. അക്വിഫർ മാത്രം പഠിച്ചാൽ മതി.
പിന്നെ പഴയ നോട്ടിൽ നോക്കിയാൽ മതി. മൊഡ്യൂൾ 3-ലാണ് വരുന്നത്. എന്തിലാണ് വരുന്നത്? മൊഡ്യൂൾ 3-ലാണ് പറയുന്നത്. നമ്മളിപ്പോ മൊഡ്യൂൾ 2 അല്ലേ നോക്കണേ? നമ്മുടെ മൊഡ്യൂൾ 2 ഇതിൻ്റെ അകത്ത് മൊഡ്യൂൾ 3 ആണെന്ന് പറഞ്ഞത്. ഓ ശരി. അക്യുഫ്യൂജ്, അക്യുറ്റാർഡ്. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കിയാൽ മതി. അക്യുഫർ എന്താണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അക്യുഫ്യൂജ്, അക്യുഫൈസ്, കൺഫൈൻഡ് അക്യുഫർ, അൺകൺഫൈൻഡ് അക്യുഫർ, പെർച്ച്ഡ് അക്യുഫർ. പെർച്ച്ഡ് അക്യുഫർ ഞാൻ പറഞ്ഞു. എന്താണ് പെർച്ച്ഡ് അക്യുഫർ? ഒരു അൺകൺഫൈൻഡ് അക്യുഫർ ആണ്, പക്ഷേ വെള്ളം വളരെ കുറവാണ്. എന്താണ്? അൺകൺഫൈൻഡ് അക്യുഫർ ആണ്, വെള്ളം എന്താണ്? വളരെ കുറവാണ്, റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും അത്. ഓക്കെ, ഇതേപോലെയാണ് പെർച്ച്ഡ് അക്യുഫർ. കണ്ടോ, ഒരു ചെറിയ റീജിയനിലായിരിക്കും അതുണ്ടാവുന്നത്. ഓക്കെ, ചെറിയ റീജിയനിലായിരിക്കും. ഇത് രണ്ടുമാണ് പെർച്ച്ഡ് അക്യുഫർ. കണ്ടോ, ഈ പെർച്ച്ഡ് അക്യുഫറിലാണ് നമ്മൾ കൊണ്ടുപോയി ബോർവെൽ അടിക്കുകയാണെങ്കിൽ അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടോ? ഇല്ല. അതേസമയം നമ്മളൊരു വലിയ അക്യുഫർ അതിൻ്റെ താഴെയുണ്ട്. അതിൻ്റെ താഴെ ഒരു വലിയ അക്യുഫർ ഉണ്ട്. അവിടെയാണ് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് വെള്ളം യൂസ് ചെയ്യാം. ഞാൻ സ്വിച്ച് ചെയ്യട്ടെ, ഒരു സെക്കൻഡ്.